കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹാവാദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ സർവകൃപാലുവായ കർത്താവ് തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 95 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ 96ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് ദൈവം മാറാത്തവൻ, ദൈവവചനവും മാറാത്തവൻ. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് 96ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ആയിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് ഒരു വിശുദ്ധ ദിവസം എന്നുള്ള വിഷയമാണ്. ഒരു വിശുദ്ധ ദിവസം. നമ്മുടെ ബഹുമാനമുള്ള പേരകത്ത് ചെറിയാൻ സ്കറിയ സാർ നമ്മുടെ മധ്യത്തിലുണ്ട്. സാറിന് പ്രത്യേകം സ്നേഹവചനം അറിയിക്കുന്നു. അദ്ദേഹമായിരിക്കും ഇന്നത്തെ എപ്പിസോഡില് പ്രധാനമായിട്ട് നമ്മുടെ തിരുവചനത്തിന് സംസാരിക്കുന്നത്. സാറിനോട് ഞാനൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ലോകത്തില് നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾ വെള്ളിയാഴ്ച വിശുദ്ധ ദിവസമായിട്ട് അവര് ആചരിക്കുന്നു. ചില ആളുകൾ ഞായറാഴ്ച വിശുദ്ധ ദിവസമായിട്ട് ആചരിക്കുന്നു. ഇനിയും ചില ആളുകൾ ശനിയാഴ്ച വിശുദ്ധ ദിവസമായിട്ട് ആചരിക്കുന്നു. അങ്ങനെ 3 തരത്തിലുള്ള വിശുദ്ധ ദിവസങ്ങളാണ് നമ്മളിപ്പോ കാണാറുണ്ട്. തന്നെയുമല്ല, ക്രൈസ്തവ ലോകത്തിൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യം, ഞങ്ങള് ഗൾഫിൽ ചെന്നാൽ വെള്ളിയാഴ്ച ആരാധിക്കും, ഞങ്ങൾ ഇന്ത്യയിൽ വന്നാൽ ഞായറാഴ്ച ആരാധിക്കും, ഇനി അതല്ല ഇസ്രായേലിൽ പോയാൽ ഞങ്ങൾ ശനിയാഴ്ച ആരാധിക്കും. ഇത് മനുഷ്യർക്ക് ഒരു വലിയ കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് പല വിശുദ്ധ ദിവസങ്ങളുണ്ടോ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് 3 വിശുദ്ധ ദിവസങ്ങളാണോ എന്നൊരു ചോദ്യമാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. വളരെ സാധാരണമായിട്ട് കേൾക്കാറുള്ളതാണ്. അതെ, നമ്മൾ എവിടെ ആയിരിക്കുന്നു അതനുസരിച്ചൊന്ന് ജീവിക്കുക. ഗൾഫിൽ ചെല്ലുമ്പോൾ വെള്ളിയാഴ്ച അവിടെ വെള്ളിയാഴ്ച ഇവിടെയാ. ഇതിന് ശരിയായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാല് ദൈവം ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. അല്ലേ? ദൈവം എന്ത് പറയുന്നു? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ്? ദൈവം മാറാത്തവനാണ്, അല്ലെ? ദൈവവചനം മാറാത്തതാണ്. നിങ്ങളൊന്നും അതിനോട് കൂട്ടരുത്, കുറയ്ക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്, തത്വമാണ്, അല്ലേ? തത്വമാണ്. എന്നാല് നമ്മൾ നോക്കും, നമ്മളെന്താ പറയുന്നത്? അവിടെ ചെല്ലുമ്പോ അത്, ഇവിടെ ചെല്ലുമ്പോ ഇത്, ഇങ്ങോട്ട് വരുമ്പോ മറ്റൊന്ന്, അല്ലേ? അപ്പൊ എന്നാന്നറിയോ, മനുഷ്യരിൽ എന്ത് കാണുന്നു? മാറ്റങ്ങൾ കാണുന്നു. എന്നാൽ ദൈവത്തിൽ മാറ്റമുണ്ടോ? ഇല്ല. അപ്പം എങ്ങനെയാ നമ്മൾ വിധി കൽപ്പിക്കുന്നത്? നമ്മൾ വിധി കൽപ്പിക്കുന്നത് ഇത് ശരിയോ, ഇത് ശരിയോ, ഇത് ശരിയോ, അല്ല എല്ലാം ശരിയോ, അതോ ഒന്നും ശരിയില്ലയോ എന്നൊക്കെയാണ്. ദൈവത്തിന്റെ വചനം വെച്ചിട്ടാണ് നമ്മൾ തെറ്റും ശരിയും മനസ്സിലാക്കുന്നു, ഒരു നിർണയത്തിൽ എത്തിച്ചേർന്നത്. ശരിയാണ് ആണല്ലോ? ശരിയായ കാര്യമാണ്. നമ്മുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതന്നെ, വചനം എന്തോ പറയുന്നു അത് വേണം വിശ്വസിക്കാൻ. അത് വെച്ചുകൊണ്ട് നമ്മള് വിധി കൽപ്പിക്കാം, അല്ലേ? ഇന്ന് നമുക്ക് ഒരാഴ്ചക്ക് എത്ര ദിവസമുണ്ട്? 7 ദിവസം. എന്താ 8 അല്ലാത്ത, അല്ലെ എന്താ 10 അല്ലാത്ത? ദൈവം 7 അതിനെ സൃഷ്ടിച്ചോളൂ. ദൈവം സൃഷ്ടിച്ചപ്പോൾ സർവ്വതും സൃഷ്ടിക്കാനായിട്ട് എത്ര ദിവസം എടുത്തു? 6 ദിവസം. ഒരു ദിവസം സ്വസ്ഥമായിരുന്നു. അപ്പൊ എത്ര ദിവസമായി? 7 ദിവസം. 7 ദിവസമായി. അപ്പൊ ആഴ്ചക്ക് 7 ദിവസമുള്ളത് സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെ? 7 ദിവസങ്ങൾ. ഇനിയും 1ാമത്തെ ദിവസം എന്ത് സൃഷ്ടിച്ചു? വെളിച്ചം. 2ാമത്തേത് ആകാശ വിധാനം. 3ാമത്തേതും കര. പിന്നെ സൂര്യൻ, ചന്ദ്രൻ. 4ാമത്തെ ദിവസം സൂര്യൻ, ചന്ദ്രൻ. 5ാമത്തെ ദിവസം ആകാശത്തിൽ പറക്കുന്ന പറവകള്, ജലജന്തുക്കള്. 5ാമത്തെ ദിവസം 6ാമത്തെ ദിവസം കന്നുകാലികളും മനുഷ്യനും. 7ാമത്തെ ദിവസമോ ദൈവം സ്വസ്ഥമായ. എന്നിട്ട് എന്ത് ചെയ്തു? സ്വസ്ഥമായിട്ടിരുന്ന ഒരു കാര്യം സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അതെ, അല്ലേ? ഒരു വിശുദ്ധ സ്വസ്ഥമായിട്ടിരുന്ന് ശബദം സൃഷ്ടിച്ചു, അതെ, അല്ലേ? പ്രവൃത്തി കൂടാതെ ദൈവം ശബദം സൃഷ്ടിച്ചു. ദിവസങ്ങള് സൃഷ്ടിച്ചതാണ്. ആരാ ദിവസങ്ങളെ സൃഷ്ടിച്ചത്? ദൈവമാണ് സൃഷ്ടിച്ചത്. 7ാമത്തെ ദിവസത്തെ ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 2ാമത്തെ അധ്യായത്തിന്റെ 27, 28 വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2ാം അധ്യായം അതിന്റെ 27, 28 വാക്യങ്ങൾ ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു.
പിന്നെ അവിടുന്ന് അവരോട്, മനുഷ്യൻ ശബത നിമിത്തമല്ല, ശബത മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. ശബദം ഉണ്ടായതാക്കി ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടാക്കി ഉണ്ടായിരിക്കുന്നു. അതെ, അല്ലേ? അപ്പൊ 7-ാമത്തെ ദിവസവും ശബദം മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കി. അല്ലേ? ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി? മനുഷ്യന് വേണ്ടി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ആദ്യം പറഞ്ഞ ഭാഗം എന്നാണ്? ശബദ മനുഷ്യൻ നിമിത്തം ഉണ്ടാക്കി. ഒന്നുകൂടെ വായിച്ചോളൂ അത് ആ ഭാഗം. പിന്നെ അവിടുന്ന് അവരോട്, മനുഷ്യൻ ശബദ നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തം. എന്ന് പറഞ്ഞാല് മനുഷ്യനെ സൃഷ്ടിച്ചത് ശബദിന് വേണ്ടിയല്ല, ശബദിന് വേണ്ടിയിട്ടല്ല, അല്ലേ? അല്ല. പിന്നെ ശബദിനെ മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. എന്നും അങ്ങനെ തന്നെ. അതെ, അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ച ഒരു കാര്യമാണ് ശുദ്ധ ശബദം, വിശുദ്ധ ശബദം എന്ന് പറയുന്നത്. ദൈവം 7-ാമത്തെ ദിവസത്തോടെ എന്ത് ചെയ്തു? അതിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. എവിടെ എഴുതിയിരിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് കാണുവാൻ തന്നെ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെ. ഇങ്ങനെ ആകാശം ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സൃഷ്ടിയും പിന്നെ കാരണം പറയാം. ശബ്ദം ഉണ്ടാക്കിയതിന്റെ കാരണം സൃഷ്ടിക്കാം. 7-ാം ദിവസം നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. മറ്റൊരു ദിവസത്തോടും ചെയ്യാത്ത ഒരു കാര്യം ദൈവം 7-ാമത്തെ ദിവസത്തോട് മാത്രം ചെയ്തു. സത്യമാണോ? അതെ, അതിനെ അനുഗ്രഹിച്ചു, അതിനെ ശുദ്ധീകരിച്ചു. അപ്പൊ എല്ലാ ദിവസവും വിശുദ്ധമാണെന്ന് എങ്ങനെ പറയുന്നത്? ഒരു ദിവസത്തെ മാത്രമേ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇത് നമ്മൾ കേൾക്കാറുള്ളത് അങ്ങനെയല്ല. അല്ല, എല്ലാ ദിവസവും വിശുദ്ധമാണ്. അവിടെ ചെല്ലുമ്പോ അത്, അവിടെ ചെല്ലുമ്പോ ഇത് അല്ലേ? അപ്പം ദൈവത്തിന് മാറ്റമില്ല. ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ എന്നും എന്നേക്കും അങ്ങനെ തന്നെ ഇരിക്കേണ്ടതാണ്. ഇനി ദൈവം എന്തിനായി ശബ്ദത്തെ സൃഷ്ടിച്ചതിന്റെ കാരണം എന്നാ? ഏതെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ടല്ലോ. തീർച്ചയായും. ഫോൺ ഉണ്ടാക്കി, ഫോണിന്റെ കാരണം എന്നാ? അതിനൊരു കാരണം അല്ലേ? ലൈറ്റ് ഉണ്ടാക്കി, ലൈറ്റ് വെളിച്ചുണ്ടാക്കി, അത് ഒരു കാരണം അല്ലേ? പേന ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കിയത്? അതിനൊരു കാരണം. ശബ്ദം ഉണ്ടാക്കിയതിന്റെ കാരണം എന്നാന്ന് ചോദിക്കുന്നത്. ഒരു കാരണം ദൈവത്തിനുള്ളത്, നമുക്കുള്ളതല്ല. ദൈവത്തിന് സൃഷ്ടിപ്പിന്റെ ഒരു കാരണമുണ്ട് അല്ലേ? അത് നോക്കാം. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 23:3 പൊടിഞ്ഞന വായിക്കുന്നു. 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബദം. ഓക്കെ, എന്തോ കൂടണം? വിശുദ്ധ സഭായോഗം. അപ്പൊ സഭായോഗം എന്ന് പറയുന്ന പദ്ധതി ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു അല്ലേ? അപ്പൊ സഭായോഗം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. സാറിന് എന്നും ആരാധിക്കാൻ ദൈവത്തെ. ഞായറാഴ്ച ആരാധിക്കും, തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച, എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കാം. എന്നാൽ ജനം കൂടി വന്ന് ആരാധിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഡിസൈനാണ്. അതിനാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൂടാൻ, ഇങ്ങനെ ചെയ്തുകൂടാൻ, ഈ ദൈവത്തോട് മല്ലടിക്കുന്നത് എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത് അല്ലേ? മിണ്ടാതിരുന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ദൈവം ഒരു ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ചതിന്റെ കാരണം എന്നാണ്? ജനങ്ങൾ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാൻ നിൽക്കണം. സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്ഥാപനം. അതുകൊണ്ട് മനുഷ്യൻ കൂടി വന്ന് ആരാധിക്കാൻ നിൽക്കണം. ദൈവം സൃഷ്ടിച്ചതാണ് ശബത്ത് എന്ന് പറയുന്ന കാര്യം. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നും കൂടെ നോക്കാം. ഓക്കെ, യെഹെസ്കേൽ പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കും. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. എന്റെ ശബത്തുകളെ വിശുദ്ധീകരിപ്പീൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. കാരണമാ പറയുന്നത്. എന്തിനു സൃഷ്ടിച്ചു? ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അടയാളം എടുത്ത് മാറ്റിയാലോ? അടയാളം മാറ്റിയാൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധമില്ല, ഒന്നും അറിയുന്നില്ല. സാറിന്റെ ഈ കോളറിന്റെ ഇപ്പുറത്ത് ഒരു ലേബൽ ഉണ്ട്. ആ ലേബൽ നോക്കിയാലേ ഏത് കമ്പനിയാണ് ഉണ്ടാക്കിയത്. ലേബൽ ഇല്ലെങ്കിലും ഏത് കമ്പനിയാന്ന് അറിയത്തില്ല അല്ലേ? സാത്താൻ എന്ത് ചെയ്തിരിക്കുന്നു? ലേബൽ അത് മാറ്റി.
ആരാ ഉണ്ടാക്കിയെന്നുള്ള കാര്യം അറിയത്തില്ല. വളരെ ഇതൊന്നും നമ്മൾ ഗ്രഹിക്കാതായിരുന്ന എന്തെങ്കിലും ഒക്കെ പറയുന്നത് അല്ലേ? ആ വാക്യത്തിന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കണം. വിശുദ്ധ ശബദ അടയാളമാണ്. അടയാളം എടുത്ത് മാറ്റിയ പിന്നെ ആരാണെന്നുള്ള കാര്യം അറിയുന്നില്ല. അത് ദൈവം വെച്ചിട്ടുള്ള ലേബല് അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇനി അപ്പൊ ദൈവം ശോധനയുണ്ടാക്കിയിട്ട് 2 കാരണങ്ങൾ നമ്മൾ കണ്ടു. എന്താണ്? സഭായോഗം കൂടി കൊല്ലാൻ ദൈവം സ്ഥാപിച്ചു. അതെ, യഹോവയായ ഞാൻ മാറാത്തവൻ. ദൈവവചനത്തിന് മാറ്റമില്ല. നിങ്ങളൊന്നും കൂട്ടരുത്, കുറയ്ക്കരുത്. പിന്നെ നിങ്ങൾ ഇരുന്നോളൂ അല്ലേ? അതെ. ഒരു കാര്യം എങ്ങനെയാ വിശുദ്ധമാകുന്നേ അല്ലേ? അതെ. വായിക്കാം ലേവ്യ പുസ്തകം. അപ്പോഴ് ദൈവം ഉണ്ടാക്കി എന്ന് നമ്മള് പറഞ്ഞു. അതെ. ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കി? മനുഷ്യന് വേണ്ടി. ശബദ മനുഷ്യൻ നിമ്പത്തുള്ളത് ഉണ്ടായത് യഹൂദന് വേണ്ടിയിട്ടാണോ? അല്ല. പിന്നെ എന്തൊരു സംസാരമാണ് ഈ ഭൂമിയില്. ദൈവം പറയുന്നു ആദ്യം സൃഷ്ടിപ്പിന്റെ 7ാമത്തെ ദിവസം മനുഷ്യന് വേണ്ടിയിട്ടുണ്ടാക്കി. ആരൊക്കെ മനുഷ്യനാണോ ആ മനുഷ്യന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ യഹൂദമതമാണ് ഇന്ന് ആചരിക്കുന്നത്. ഈ വിവരമില്ലായ്മ പറയുന്നത് നിർത്തണം അല്ലേ? അന്ന് യഹൂദൻ എന്ന് ആരുമില്ല. ദൈവം ശബദ സൃഷ്ടിപ്പ് യഹൂദനില്ല. വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും അബ്രഹാം കഴിയുന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് പിന്നെയും ഏതാണ്ട് 390 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രഹാമിന്റെ ജനിക്കുന്നത് അല്ലേ? കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ യഹൂദന്മാരുണ്ടാകുന്നത്. എന്തൊരു ഭ്രാന്താണിത്. ശബദ യഹൂദന് വേണ്ടിയിട്ടുണ്ടാക്കിയെന്നുള്ളത് മനുഷ്യന് വേണ്ടിയിട്ടുണ്ടാക്കി. നമ്മൾ വായിക്കാം എന്താണ്, എങ്ങനെയാണ് ഒരു കാര്യം വിശുദ്ധമാകുന്നു. ലേവ്യ പുസ്തകം 27-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ നിശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. യഹോവയ്ക്കുള്ളതാകുന്നു, അതുകൊണ്ട് വിശുദ്ധമായിരിക്കുന്നു. ദശാംശത്തിന്റെ കാര്യമാണ്. 1000 രൂപ കിട്ടുമ്പോൾ 100 രൂപ യഹോവയ്ക്കുള്ളതാണ് ദശാംശം. ആ 100 വിശുദ്ധമാണ്. മറ്റേതോ അത് മനുഷ്യനുള്ളതാണ്. മനുഷ്യൻ വിശുദ്ധമാണ് അല്ല. 90 വിശുദ്ധമല്ല. അല്ല 900 വിശുദ്ധമല്ല. 100 മാത്രമേ വിശുദ്ധമായിട്ടുള്ളൂ അല്ലേ? അപ്പം യഹോവയ്ക്ക് ഉള്ളതൊക്കെയും വിശുദ്ധമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇനിയും നമ്മൾ വിശുദ്ധ നാട്ടിൽ പോകുന്നു, ടൂറിന് പോകാറുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്? അല്ല. ആഫ്രിക്കയ്ക്ക് പോകത്തില്ല. ജനമല്ല ഇന്ത്യയിലോട്ട് വരും. ഇല്ല. എവിടാ പോകുന്നത്? ഇസ്രായേലിൽ. അതെന്താ ഇസ്രായേലിൽ മാത്രം വിശുദ്ധമായിരിക്കുന്ന നാടെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ദൈവം പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വേർതിരിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും വായിക്കാൻ തക്കണം സമയമില്ലാത്തതുകൊണ്ട് എല്ലാത്തോടത്തും പോകുന്നില്ല അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ദിവസത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവം വിശുദ്ധീകരിച്ച ദിവസത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അല്ലേ? പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം. ശബദ നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാണ്. ആരുടെ? നിന്റെ ദൈവമായ യഹോവ. അപ്പൊ യഹോവ തനിക്കായിട്ട് വേർതിരിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒക്കെയും എന്ത് പറയുന്നു? വിശുദ്ധം എന്ന് പറയുന്ന നിലയിൽ വെള്ളിയാഴ്ച വിശുദ്ധമാണോ? അല്ല. ഞായറാഴ്ച വിശുദ്ധമാണോ? അല്ല. ബുധനാഴ്ചയോ? ഒരിക്കലും അല്ല. പിന്നെ ഒരു ദിവസമല്ലേ ഉള്ളൂ വിശുദ്ധം. അതേ ദിവസമോ? അത് വിശുദ്ധ ശബദം. ദൈവം തനിക്കായി വേർതിരിച്ചിട്ടുള്ള ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസം മാത്രം വിശുദ്ധം എന്ന് മാത്രമല്ല, അത് പ്രകാരം വിശുദ്ധമാക്കി ആചരിക്കണമെന്നും ദൈവം പറയുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തുടർന്ന് ആ ഭാഗം വായിക്കണം. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബദ നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പം ശബദ് നാള് ദൈവം ഉണ്ടാക്കിയിട്ട്
വിശുദ്ധമായിട്ട് സൃഷ്ടിച്ചിട്ട് പിന്നെ പറയാണ് ഇതിനെ വിശുദ്ധമായിട്ട് നീ എങ്ങനെ സൂക്ഷിക്കാം സൂക്ഷിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. മനുഷ്യന് ഏതെങ്കിലും കാര്യത്തെ വിശുദ്ധമാക്കാൻ പറ്റൂ? മനുഷ്യനൊരു കാര്യത്തെ വിശുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. വിശുദ്ധനായ ദൈവത്തിന് മാത്രമേ ഒരു കാര്യം ഈ അശുദ്ധനായിരിക്കുന്ന നമുക്ക് എങ്ങനെ മറ്റൊരു കാര്യം വിശുദ്ധമാക്കാൻ തന്നെ സാധിക്കുന്നത്? അല്ലേ? അത് സാധിക്കത്തില്ല. ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലേ? ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ യഹോവയായ ദൈവമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അതെനിക്ക് നിങ്ങൾക്ക് ഇവിടെ അടയാളമായിട്ട് ദൈവം സൃഷ്ടിക്കുന്നു പറയുന്നത്. അല്ലേ? ഇനിയും വിശുദ്ധ സഭായോഗം ഉണ്ടാകണമെന്നും ആ ദിവസത്തെ പറ്റി പറയുന്നു. ഈ ആരാധന എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണമല്ല. ആരാധനയുടെ അടിസ്ഥാന കാരണം ദൈവ സൃഷ്ടാവായത് എന്നുള്ളതാണ്. അതെ. അപ്പം ഈ ദൈവം ആകുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ട് ശബദം സൃഷ്ടിച്ച് ദൈവം സ്ഥാപിച്ചെങ്കിൽ അതിങ്ങ് മാറ്റിയാല് സൃഷ്ടാവാരും അറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. പിന്നെ ആരാധന എങ്ങനെയാ നടക്കുന്നത്? സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാൻ തക്കണം ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ്? വിശുദ്ധ ശബദം എന്ന് പറയുന്നത്. അല്ലേ? അന്ന് ആരാധന ആയിരിക്കണം എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കും. വെളിപ്പാട് പ്രവചനം അതിന്റെ 14-ാം അധ്യായം 7-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുപ്പി, അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആരെ നമസ്കരിക്കണം? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ ആരാധിക്കണം. ദൈവ സൃഷ്ടാവാണ്. ആരാധന കാരണമല്ല, ദൈവ സൃഷ്ടിതാവാണ്. അതുകൊണ്ടാണ്. വായിക്കാം, വീണ്ടും വായിക്കാം. അല്ലേ? ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം പുസ്തകം 95-ന്റെ 6 വായിക്കാം. 95-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം: വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അപ്പൊ സൃഷ്ടിയും ശബദമായിട്ട് ബന്ധമുണ്ട്. സൃഷ്ടി ശബദ ആരാധന എന്നാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നതിന് സംശയമുണ്ടോ? ഇല്ല. ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പ്രവചനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ: കർത്താവേ, അവിടുന്ന് സർവവും സൃഷ്ടിച്ചവനും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് സർവവും ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നുണ്ട്. താഴെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർത്തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുന്നിലിടും. എന്നിട്ട് അതെന്താണ്? ആരാധനയാ വാസുദയിലൂടെ കാണുന്നത്. എന്താണ്? സ്വർഗം ദൈവത്തെ ആരാധിക്കുന്ന കാരണം എന്നാണ്? സൃഷ്ടിതാവായതുകൊണ്ടാണ്. നമ്മളും ആരാധിക്കുന്നതിനാണ് സൃഷ്ടിതാവായത്. അപ്പം ഈ സൃഷ്ടിതാവ് ആരാണെന്ന് അറിയാൻ തക്കോണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ എടുത്ത് മാറ്റിയിട്ട് ആരാധന എങ്ങനെ നടക്കും? ശബദം നീങ്ങിപ്പോയാൽ ആരാധന അസാധ്യമായി പോകും. ഇന്ന് ആളുകൾ പറയാറുണ്ടല്ലോ, ഈ ശബദം എന്ന് പറയുന്ന പഴയ നിയമത്തിലായിരുന്നു, അത് യഹൂദന്റേതായിരുന്നു. നിങ്ങൾ യൂദാക്കാരാണോ ഇപ്പോഴും? വിവരമില്ലാത്ത സംസാരിക്കരുതേ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലേ? പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ ശബദം ഉണ്ടായിരുന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമയം വരെയും ക്രൂശ് മരണം വരെയും എന്താണ്? സ്ത്രീകൾ പോയി പരിമളതൈലവും കാര്യങ്ങളൊക്കെ കൽപ്പന അനുസരിച്ച് ശബദം സ്വസ്മാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചതിന് ശേഷവും വാസ്തവത്തില് ഉണ്ട്. അല്ലേ? ഇനി ഉയർപ്പ് കഴിഞ്ഞിട്ട് ഇതുണ്ടോന്ന് അറിയണമല്ലോ. വായിച്ചു നോക്കിക്കോളൂ. ഏത് വാക്യമാണ് സാറ് വായിക്കാൻ പോകുന്നത്? 24-20. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബദിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. എന്തിനാ ഈ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴൊക്കെയാ? രണ്ട് കാര്യങ്ങൾ. എപ്പോഴൊക്കെയാ? ശീതകാലത്ത് ഓടിക്കും. ഏത് ഓടിപ്പൊക്കിന്റെ കാര്യം പറയുന്നത്? യെരുശലേമിനെ സൈന്യം വളഞ്ഞിരിക്കുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോകണം എന്ന് സംഭവിച്ച കാര്യമാണ്. AD 70. അപ്പൊ AD 70 ആയപ്പോഴും എന്താണ്? വിശുദ്ധ ശബദമുണ്ട്. ആര് പറഞ്ഞു? കർത്താവ്. ഇന്നെന്താ ഇല്ലാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നത്തെ ക്രിസ്ത്യാനിത്വം എവിടെ കിടക്കുന്നു? ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് വേദപുസ്തകം എന്ന് പറയുന്നു
സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അല്ലേ? അപ്പൊ ശബദ് പുതിയ നിയമത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു അതുപോലെ ശബദിൽ പള്ളിയിൽ പോയി എന്ന് പറയുന്നു. അല്ലേ? അപ്പൊ ഈ കർത്താവിനെ പുതിയ നിയമത്തിൽ കൂട്ടുമോ പഴയ നിയമത്തിൽ കൂട്ടുമോ? കാര്യം കുരിശിന് മുമ്പുള്ളതല്ല പഴയ നിയമം. ക്രൂശിന് മുമ്പ് ഉള്ള പഴയ നിയമം, ക്രൂശിന് ശേഷം പുതിയ നിയമം. ഇപ്പൊ കർത്താവിനെ എവിടെ വെക്കും? പുതിയ നിയമത്തിൽ കൂട്ടുമോ പഴയ നിയമത്തിൽ കൂട്ടുമോ? കുഴന്ന് കുഴഞ്ഞില്ലേ? എവിടാ കൂട്ടി വെക്കുന്നു? പഴയ നിയമത്തിൽ കൂട്ടിയാൽ പുതിയ നിയമം, കർത്താവില്ലാത്ത പുതിയ നിയമം ഒന്നും വരത്തില്ലേ? അതെ. അല്ലേ? ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ കാണുമ്പോഴാണ് വാസ്തവത്തിൽ പ്രയാസം തോന്നുന്നത്. കർത്താവിനെ എവിടെ കൂട്ടും നീ? അത് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞല്ലോ, അത് യഹൂദനോട് പറഞ്ഞതാ. അത് പഴയ നിയമം. നീ കർത്താവിനെ പഴയ നിയമത്തിലാക്കിയാൽ നിനക്ക് പുതിയ നിയമം, ദൈവമില്ലാത്ത ഒരു പുതിയ നിയമം കിടക്കുന്നില്ലേ? എന്ത് ചെയ്യും? അപ്പൊ ബുദ്ധിയില്ലാത്ത ആലോചന അങ്ങനോട്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്നാണ്? പുതിയ നിയമത്തിൽ ശബദം ഉണ്ടെന്നുള്ളതിന് കർത്താവായ യേശു ക്രിസ്തുവാണ് സാക്ഷി. ലൂക്കോസും 4:16 വായിക്കാം. അവിടുന്ന് വളർന്ന നസ്രത്തിൽ വന്നു ശബദിൽ തന്റെ പതിവ് പോലെ ദൈവാലയത്തിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. കർത്താവായ യേശു ക്രിസ്തു ശബദിൽ പള്ളിയിൽ പോയെങ്കിൽ അതെ, സാറെന്നാ പോണ്ടേ? വിശുദ്ധ ശബദിലാണ്. അങ്ങനെ അല്ലല്ലോ. അങ്ങനല്ല. പുതിയ നിയമത്തിൽ ശബദമുണ്ടോ? ഉണ്ട്. അപ്പോസ്തലൻ പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 13-14 വായിക്കണം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായം 13-14. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബദ് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു. പുതിയ നിയമത്തിൽ ശബദില്ലെന്ന് അങ്ങനെ പറയുന്നത് ഉണ്ട്. അതെ, ആർക്കുണ്ടെന്നുള്ള കാര്യമല്ല, ഉണ്ടെന്നുള്ള കാര്യമോ? തീർച്ചയായും. 44-45 വാക്യമായി. പിറ്റേ ശബദിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. പട്ടണം മുഴുവനും അല്ലേ? അതെ, ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. പിറ്റേ ശബദില. അപ്പം പിറ്റേ ശബദം എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. ഇതൊരു ശബദിലായിരുന്നു. അതെ. പിന്നെ പിറ്റേ അടുത്ത ശബദില. അപ്പൊ നേരെ തൊട്ടത് അടുത്ത ദിവസം ഞായറാഴ്ച. അന്നെന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന ഈ കൊടച്ചക്രം ഇല്ലെന്ന് വേദവസ്തുതനാണ്. അതല്ലേ? ഓക്കെ. അപ്പൊ പിറ്റേ ശബദിലുണ്ടോ? ഒന്നുമില്ല. അപ്പൊ പിറ്റേ ദിവസമാകുന്ന ഞായറാഴ്ച ഉണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴാ? പിറ്റേ ശബദിൽ ആരൊക്കെ കൂടി വന്നു? ജനം മുഴുവൻ. അപ്പോഴ് കർത്താവിന്റെ ശബ്ദം കാണും. പൗലോസ് അപ്പോസ്തലനിലും ശബ്ദം കാണും. അല്ലെ? ആരോട് പറയാൻ പോയി, എന്തോ പറയാൻ പോയി എന്നുള്ളത് മറ്റൊരു വിഷയം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്താണ്? ശബദ് പുതിയ നിയമത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന്. അതെല്ലാ കാലത്തും ദൈവം സൃഷ്ടിച്ചത് സൃഷ്ടി ഇല്ലാതാകുന്നു എങ്ങനെയാന്ന് പറഞ്ഞു. അത് മാത്രമേ എന്നോട് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്താണ്? ദൈവം സൃഷ്ടിച്ചു, സൃഷ്ടി ഇല്ലാതായോ? ഇല്ല. ആനയുണ്ടോ? ആടുണ്ടോ? മാവുണ്ടോ? തെങ്ങുണ്ടോ? ശബ്ദം ഇല്ലെന്ന് പറയുന്നത് എന്താണ്? ഇത് ബുദ്ധിമോശമാണ്. നിർത്തിക്കളയണേ. ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം ഇന്നും ഉണ്ടപ്പോ അതുപോലെ നിലനിൽക്കുന്നുവെങ്കിലും ദൈവം സൃഷ്ടിച്ച വിശുദ്ധ ദിവസമായ ശബദം ഇന്നും നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആന കുതിരയായോ? ഇല്ല. ആട് മാടായോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ദിവസവും അതുപോലെ നിൽക്കുന്നു. കർത്താവിൻ പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിച്ചത് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ ഉണ്ടാക്കി നൽകി. ആ വിശുദ്ധ ദിവസം ഇന്ന് നിലനിൽക്കുന്നു. കാരണം ദൈവം മാറാത്തവനായതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. മനുഷ്യൻ അപ്രകാരം മാറ്റി ആ രീതിയിൽ പോകുന്നുവെങ്കിൽ അവൻ ദൈവം മാറുന്നവനാണെന്ന് അവന്റെ പ്രവൃത്തിയിലൂടെ വർത്തിത്തീർക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ല പ്രഭാതത്തിന് നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നല്ല തീരുമാനത്തോടെ വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. കേട്ട വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥന. എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഒരു വിശുദ്ധ ദിവസമുണ്ടെന്നും ആ വിശുദ്ധ ദിവസം അടികൾക്ക് തന്നിരിക്കുന്നത് സഭായോഗം കൂടി ദൈവത്തെ ആരാധിക്കാനാണെന്നും ആ വിശുദ്ധ ദിവസം ദൈവമാണ് നിങ്ങളുടെ സൃഷ്ടിതാവെന്ന് തിരിച്ചറിയുന്നതിനുള്ള അടയാളമാണെന്നും
അത് ഇന്നും നിലനിൽക്കുന്നു എന്നും അടികളെ മനസ്സിലാക്കിച്ച ക്രമിക്കാണ്ട് സ്തോത്രം. കേട്ട വചനത്തിനനുസരിച്ച് അടികളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ, ലോകത്തിന്റെ കള്ളങ്ങളിൽ വീഴാതെ, ലോകത്തിന്റെ പിശാചിന്റെ പഠിപ്പിക്കലിൽ വീഴാതെ, കർത്താവിന്റെ വചനത്തിന്റെ പഠിപ്പിക്കലിൽ ഉറച്ചു നിൽക്കുവാൻ അടികളെ കർത്താവ് സഹായിക്കണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഒരു വിശുദ്ധ ജീവിതം നയിപ്പാനുള്ള കൃപ കർത്താവ് നൽകണമേ. വചനം സംസാരിച്ച മകനായിട്ട് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം, മാനവമോഹത്തോട് നൽകണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഉള്ളതുപോലെ പഠിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ഈ തിരുവചന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.